ഹായ് എവറി വൺ, നമോ ബുദ്ധായ. റാൾസിക്മ ബോധിസത്വനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിലത്തെ പവർ എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഗൈഡൻസ് ആണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. മേ ബി ചിലപ്പോൾ നിങ്ങൾ വളരെയധികം ഡെസ്പായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടാലൻസ് ഉണ്ട്, പക്ഷെ എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നറിയാത്തൊരു വ്യക്തിയായിരിക്കും നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാതയിൽ നിങ്ങൾ വന്നിട്ടും ഇനി എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. സോ ഈ 3 പയലുകളും ഇതിൽ ഏതെങ്കിലും ഒരു പയൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു പയൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ കംപ്ലീറ്റ് ഗൈഡൻസും മഹാകാളി ദേവിന്ന് തന്നെയാണ്. ജയന്തി മംഗളാകാളി ഭദ്രകാളി കപാലിനി ദുർഗാ ക്ഷമാ ശിവാദാത്രി സ്വാഹ സ്വദാ നമോസ്തുതേ. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളോട് കുറച്ചൊരു കാര്യം പറയുവാണ്. അതായത് വീഡിയോയുടെ ലാസ്റ്റ് ഒരു സെഷൻ ഉണ്ടാവും. ആ സെഷനിൽ എന്താ പറയുക, അവലോകിതേശ്വര ദീക്ഷയെ പറ്റിയും അതുപോലെ ഗ്രീൻ താര ദീക്ഷയെ പറ്റി, ഇനി ഒരു ഗ്രീൻ താര ദീക്ഷ വരാനിരിക്കുന്നുണ്ട്. സോ അതിനെപ്പറ്റി ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കേൾക്കാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് റീഡിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൂടി തരും. ഇത് ജനറൽ റീഡിംഗ് ആണ്, സെയിം ടൈം ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ജനറൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആക്സസിബിൾ ആവുന്ന കാര്യം മാത്രം നിങ്ങൾ എടുത്താൽ മതി. ജെൻഡർലെസ് ആയതുകൊണ്ട് തന്നെ ഏത് ജെൻഡേഴ്സിനും ഇത് സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ടൈംലെസ് ആയതുകൊണ്ട് എപ്പം നിങ്ങൾ സ്വീകരിക്കുന്നു അപ്പം നിങ്ങൾക്ക് മഹാകാളി ദേവിയുടെ ആ ഒരു ബ്ലെസ്സിങ്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ വീഡിയോ പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാർഡ് ഏതാണോ ആ കാർഡ് സെലക്ട് ചെയ്യുക. നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്തിട്ട് മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾ ആരംഭിച്ചോളൂ. ഓക്കെ, നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു ഡെക്ക് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. സോ നമുക്ക് ഓരോ ഡെക്കിലും ഏതൊക്കെ ബോധിസത്വന്മാരാണ് നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ പോകുന്നതെന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഡെക്കിൽ വന്നിട്ടുള്ളത്, ഫസ്റ്റ് സെലക്ട് ചെയ്തവർക്ക് പത്മഡാഗിനിയാണ് വന്നിട്ടുള്ളത്. സെക്കൻഡ് ഡെക്ക് ചൂസ് ചെയ്തവർക്ക് വന്നിട്ടുള്ളത്, ഇതൊരു ഡിവോട്ടി കാർഡാണ്. അതായത് ഒരു ബോധിസത്വൻ ഡിവോഷൻ ചെയ്യുന്ന, ഒരു ഡിവോട്ടി ആയിട്ട് നിൽക്കുന്ന ഒരു കാർഡാണ്. തേർഡ് എടുത്തവർക്ക് വന്നിട്ടുള്ളത് വജ്രപാണി ബോധിസത്വനാണ്, അഥവാ വജ്രപാണി ഹയഗ്രീവനാണ്, ദ ബോധിസത്വ ഓഫ് പവർ. ഓക്കെ, സോ ഫസ്റ്റ് ഡെക്ക് എടുത്തവർക്ക് വന്നിട്ടുള്ളത് സെൽഫ് ലവ് ഡാഗിനി ആയിട്ടുള്ള പത്മഡാഗിനി. സെക്കൻഡ് എടുത്തവർക്ക് വന്നിട്ടുള്ളത് ഡിവോട്ടി ആണ്. തേർഡ് എടുത്തവർക്ക് വന്നിട്ടുള്ളത് വജ്രപാണി ബോധിസത്വനാണ്, പവറിൻ്റെ ബോധിസത്വനാണ്. ഓക്കെ, സോ നമുക്ക് ഓരോ കാർഡിലും ഉള്ള കാര്യങ്ങൾ നമുക്ക് റീഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഡെക്ക് എടുത്തവർക്കുള്ള റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് ഡെക്ക് എടുത്തവർക്ക് വന്നിട്ടുള്ളത് പത്മഡാഗിനിയാണ്, ദ റെഡ് ബുദ്ധ ഫാമിലി ഓഫ് ദ വെസ്റ്റ്. അതുപോലെ തന്നെ റീപ്ലേസ് ഗ്രീഡ് ബൈ കൾട്ടിവേറ്റിംഗ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ എനർജി ആയിട്ട് പറയുന്നത് നിങ്ങളുടെ സെൽഫ് ലവ് തന്നെയാണ്. നിങ്ങൾ എത്രത്തോളം സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അത് തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും വലിയ ശക്തിയായിട്ട് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും നിങ്ങൾ സ്നേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, വേണ്ടാത്ത സ്ഥലത്താണ് ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മേ ബി നിങ്ങളൊരു ടോക്സിക് പാരൻറ്റിങ് അല്ലെങ്കിൽ ഒരു ടോക്സിക് പാർട്ട്ണറിനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കും. സോ അവരുടെ അടുക്കുന്നായിരിക്കും നിങ്ങൾ ടോക്സിസിറ്റി അനുഭവിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ഫ്രണ്ട്ഷിപ്പ് ആവാം, റിലേറ്റീവ്സ് ആവാം. ഇപ്പം പലരുടെ അടുക്കുന്ന നിങ്ങൾ ചിലപ്പോൾ ടോക്സിസിറ്റി നേരിടുന്നുണ്ടാവും, അതായത് ഒരു ചൂഷണം, സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ പല ഡിസ്ക്രിമിനേഷൻ. ഇപ്പം ഒരുമാതിരി എന്താ പറയുക, നിങ്ങളൊരു സ്റ്റക്കായി നിൽക്കുന്ന, അല്ലെങ്കിൽ അവരോട് കൂടുതൽ നിങ്ങൾ സ്നേഹം കാണിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്നില്ല. ഇങ്ങോട്ട് അതിന് പകരം കിട്ടുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയാണ് ഇവിടെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നത്. പക്ഷേ ആ ഒരു എനർജിന്ന് നിങ്ങൾ ഡൈവേർട്ട് ചെയ്യേണ്ട ഒരു സമയം ആയിക്കഴിഞ്ഞിട്ടാണ് ഉള്ളത്. ഓക്കെ, ആ എനർജിയിൽ കൂടുതൽ നിങ്ങൾ നിൽക്കുന്നതാണ് പറയുന്നത്. മാത്രമല്ല, സ്നേഹം അവസാനിപ്പിക്കണം എന്നല്ല. ഇപ്പം കുറച്ച് പേര് ഈ ഒരു സ്ട്രഗിളിലൂടെ പോകുമ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ സ്നേഹത്തെ പിന്നീട് അവർ ക്രൂരതയാക്കി മാറ്റും. എന്നിട്ട് അവർ അതിൽ ബ്ലൈൻഡ് ആയിട്ട് മുന്നോട്ട് പോകും. അങ്ങനെയല്ല ആക്ച്വലി ചെയ്യേണ്ടത്. പകരം
നമ്മളെന്താ പറയാ, സ്നേഹം കൊടുക്കണ്ടെടുക്ക മാത്രം കൊടുക്കുവാ വേണ്ടത്. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട നിങ്ങൾ സ്വയത്തിനെ തന്നെ സ്നേഹിക്കുവാ വേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി പെരുമാറുക വേണ്ടേ. അറ്റ്‌ലീസ്റ്റ് ഞാനിത് പറയുന്നത് മനസ്സിലാവണംന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മിറർ എടുത്ത് നോക്കിയാ മതി. കണ്ണാടി എടുത്ത് നോക്കിയാ മതി. അതിനകത്ത് നിങ്ങളുടെ രൂപം കാണുമ്പം തന്നെ നിങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഒരു പോർട്രെയ്റ്റ് ഒരു ഫോട്ടോ എടുത്താ മതി. സോ, ഇവിടെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ അവർക്കല്ല സ്നേഹം കൊടുക്കണ്ടത്. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് ചിലപ്പോൾ നിങ്ങൾ വെറുപ്പായിരിക്കും കാണിക്കുക. ഒരുമാതിരി വിരോധാഭാസം പോലെ. അവരോടെന്തോ യോജിക്കാൻ പറ്റുന്നില്ല. പക്ഷെ മറ്റേ ടീംസിനോട് എന്താ പറയാ, ഇതാവാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി എല്ലാവരോടും നിങ്ങളൊരു സ്നേഹം ഒരു ഇന്നർലി സോളിന് എല്ലാവരോടും സ്നേഹമാണ് ഉണ്ടാവുക. ഓക്കെ. പക്ഷെ അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. നിങ്ങള് എന്താ പറയാ, നിങ്ങൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് കാണിച്ചോ. പക്ഷെ നിങ്ങൾ അറ്റാച്ച് ചെയ്ത് അവര് നിങ്ങളെ ഇൻസൾട്ട് ചെയ്താലും നിങ്ങൾ തിരിച്ച് റിയാക്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഭാവത്തിൽ നിൽക്കരുത്. അവര് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവര് നിങ്ങളുടെ അവകാശത്ത് കേറി ഇടപെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യണം. ബിക്കോസ് പത്മഡാകിനി എന്ന് പറയുന്നത് ഫയർ എലമെന്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫിനെ ചിലപ്പോൾ ഒരു ഫയർ ആയിട്ട് തോന്നും. അതുകൊണ്ട് ആ ഒരു ഫയർ അല്ലെങ്കിൽ ഒരു റിയാക്റ്റീവ് എനർജി ആയിട്ട്. പക്ഷെ നിങ്ങളുടെ റിയാക്ഷൻ നിങ്ങൾ കൊടുക്കേണ്ടടുക്ക കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സോ, ഫസ്റ്റ് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ പഠിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു സ്നേഹം തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. പക്ഷെ അത് അവനവന് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളെയും തട്ടിത്തെറിപ്പിക്കാൻ പറ്റുന്നത്. ഓക്കെ. സോ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്കിന്ന് നോക്കാം. ഞാൻ ഇവിടുന്ന് ഷഫിൾ ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ മുട്ടാൻ ചാൻസ് ഉണ്ട്. കണ്ടില്ലേ? സോ, അതൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാനിത് ഇവിടുന്ന് ഷഫിൾ ചെയ്യുന്നുണ്ട്. ഓക്കേ. 2 കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ സെൽഫ് ലവ് ഇതെനിക്ക് ഫസ്റ്റ് റിവേഴ്സ് ആയിട്ടാണ് വന്നത്. സോ, നിങ്ങളുടെ സെൽഫ് ലവ് നിങ്ങൾ തുടങ്ങുമ്പം നിങ്ങളുടെ ഹേർട്ട് ബ്രേക്കേജസ് ഒഴിവാവും എന്നാണ് പറയുന്നത്. ഫസ്റ്റ് എനിക്കിത് റിവേഴ്സ് ആയിട്ടാണ് വന്നത്. പക്ഷേ വേണ്ടാത്ത സ്ഥലത്ത് സ്നേഹം കാണിക്കുമ്പം ഇതായിരിക്കും അവസ്ഥ. ഓക്കെ. സോ, ഇത് റിവേഴ്സ് ആണ്. നിങ്ങളുടെ സെൽഫ് ലവ് നിങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നിടത്തോളം കാലം നിങ്ങൾക്ക് എപ്പോഴും നല്ലത് തന്നെയാണ് സംഭവിക്കുക. മനസ്സിലായില്ലേ? അതുപോലെ എനിക്ക് ഈ ഒരു കാർഡ് 10 ഓഫ് കപ്സ് എനിക്ക് റിവേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. റിവേഴ്സ് ആയിട്ട് ഇവിടെ വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിങ്ങളുടെ കറന്റ് ആയിട്ടുള്ള അവസ്ഥയാണ്. പലപ്പോഴും ഇപ്പം നിങ്ങളൊരു ഫാമിലി ഉള്ളൊരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ഒരു നല്ലൊരു ഫാമിലി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ സ്നേഹം പെട്ടെന്ന് മറ്റാർക്കോ അല്ലെങ്കിൽ എവിടെയോ നിങ്ങൾ നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കാൻ തുടങ്ങിയത് മുതൽ അത് തലകീഴായി മറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ തിരിച്ചു പിടിക്കേണ്ട ഒരു സമയമാണിത്. ഇതിനെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയിക്കോളും. ഓക്കെ. മാത്രമല്ല നിങ്ങളുടെ സ്നേഹത്തെ വെപ്പണാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. ഓക്കെ. സോ, നിങ്ങൾ സെൽഫ് ലവ് തുടങ്ങുന്നതോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ജീവിത വിജയത്തിലും ആക്ഷൻസിലേക്കും പോകാൻ പറ്റും എന്ന് തന്നെയാണ് മഹാകാളി ദേവിയും പേമാഡാഗിയും നിങ്ങളോട് പറയുന്നത്. ഓക്കെ. സോ, നിങ്ങൾക്കുള്ള അടുത്ത 2 കാർഡുകൾ ഏതാണെന്ന് നോക്കാം. 5, 6 നിങ്ങൾക്ക് ഞാൻ റീഡിങ്ങിന് എടുക്കാൻ പോകുന്നത്. ഏസ് ഓഫ് പെൻഡക്കിൾസ്, ഹോപ്പ്. ഓക്കെ. അപ്പം ഏസ് ഓഫ് പെൻഡക്കിൾസും ഹോപ്പിൻ്റെ കാർഡും വന്നിട്ടുള്ള ഓക്കെ. നിങ്ങൾക്ക് വേറൊരു കാർഡും ഉണ്ട്, ജസ്റ്റിസ് കാർഡാണ്. ചിലപ്പോൾ നിങ്ങളിപ്പം റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങളിപ്പോൾ ഫ്ലോപ്പായി നിൽക്കുന്ന അല്ലെങ്കിൽ ബ്രേക്കപ്പ് എടുത്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിന് നിങ്ങൾ വിഷമിക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നതായിട്ട് നിങ്ങളുടെ കുറച്ച് പേരുടെ എനർജീസ് കാണുന്നുണ്ട്. സോ, അവരോട് പറയുവാണെങ്കിൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ചീറ്റ് ചെയ്യപ്പെട്ടവരും ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരോട് പറയാണ് നിങ്ങൾക്കുള്ള ജസ്റ്റിസ് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. ഓക്കെ. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ലെവലിൽ നിങ്ങളുടെ തനിമയിൽ മാത്രം നിന്നാൽ മതി എന്നാണ് മഹാകാളി ദേവി നിങ്ങളോട് പറയുന്നത്. ഓക്കെ. ഓം മണി പത്മേഹും, ഓം മണി പത്മേഹും, ഓം മണി പത്മേഹും, ഓം മണി പത്മേഹും, ഓം മണി പത്മേഹും. നിങ്ങളുടെ കൈൻഡ്നെസ്സും സംയമനശീലവും കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് സമ്പത്ത് നിങ്ങളിൽ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അത്രത്തോളം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളിവിടെ കാണിക്കുന്നത്. ഓക്കെ. മാത്രമല്ല നിങ്ങൾ ഏതൊക്കെ മേഖലയിൽ പോയി കഴിഞ്ഞാലും അവിടെ അത്രത്തോളം ബ്ലെസ്സിങ്സ് ഉണ്ടാവും. സെയിം ടൈം ഒരുപാട് എനർജീസും അതുപോലെ അവിടെ അത്രത്തോളം ഫ്ലറിഷ്മെൻറ്റും സംഭവിക്കുന്ന പറയുന്നത്. നിങ്ങൾ ഏത് മേഖലയിൽ പോയാലും നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. പക്ഷേ
നിങ്ങളുടെ സെൽഫ് ലവ് വിട്ട് നിങ്ങൾ പെരുമാറരുത്. നെക്സ്റ്റ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസിലുള്ള പ്രതീക്ഷയാണ്. പലപ്പോഴും നിങ്ങളിങ്ങനെ മാനിഫെസ്റ്റേഷൻസ് ലേറ്റ് ആവുന്നത് കൊണ്ട് നിങ്ങളുടെ ആ ഒരു ഹോപ്പ് നിങ്ങൾ വിടുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ഹോപ്പിൽ തന്നെ നിങ്ങൾ എപ്പോഴും സ്റ്റിക്കായിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റൂ. അതുപോലെ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങൾ വെയിറ്റ് ആവണം. ഇപ്പം നിങ്ങളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വന്നിട്ടേ ഞാൻ ഇത് ചെയ്യൂ എന്നല്ല. ആ മാനിഫെസ്റ്റേഷൻ അവിടെ നടക്കട്ടെ. നിങ്ങൾ അടുത്ത കർമ്മത്തിലേക്ക് നിങ്ങൾ പോവുക വേണ്ടത്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ കോമൺ ഡെക്ക് എന്നുള്ള ആ ഒരു റീഡിങ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ബോധിസത്വമായി തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു എക്സ്ട്രാ ബോധിസത്വന്മാർ നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. വജ്രഡാഗിനി, പൂർവ ബിൽഡിംഗ് ഡാഗിനിയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. പൂർവ ബിൽഡിംഗ് ഡാഗിനി. പൂർവ ബിൽഡിംഗ് ഡാഗിനി നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് കാളിദേവി തന്നെയാണ്. അപ്പോൾ ദേവി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ ഒരു നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ സ്നേഹം കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ ഇനി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോ തന്നെ പറയണം. നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, മനസ്സിലായില്ലേ? സോ നോ പറയേണ്ടടുത്ത് നോ പറയണം. നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വരുന്ന തെറ്റുകൾ എന്താണോ ആ തെറ്റിനെതിരെ പ്രതികരിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. സോ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതിക്കാനാണ് പൂർവ ബിൽഡിംഗ് ഡാഗിനി നിങ്ങളോട് പറയുന്നത്. ബി ഫിയേഴ്സ് ആൻഡ് വാൻക്വിഷ് വാട്ട് എവർ ഈസ് ഹോൾഡിംഗ് യു ബാക്ക്. നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് എന്തൊക്കെയാണോ, അല്ലെങ്കിൽ നിങ്ങളെ പിന്തുവലിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം ആണോ, അതിന് മുഴുവനും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റണം. അങ്ങനെയാണ് പൂർവ ബിൽഡിംഗ് ഡാഗിനി നിങ്ങളോട് പറയുന്നത്. സോ നെക്സ്റ്റ് കാർഡ് ആരംഭം. യെസ്, നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് തന്നെ കിട്ടുന്ന ശിവശക്തിയാണ് നിങ്ങൾക്ക് ഇപ്പം വന്നിട്ടുള്ളത്. സോ നിങ്ങളുടെ സെൽഫ് ലവിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം നല്ല നല്ല റിലേഷൻസും കിട്ടും. അതുപോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബന്ധങ്ങളും കിട്ടും. മാത്രമല്ല നിങ്ങളുടെ സോൾമേറ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇന്ന് വന്നിട്ടുള്ള 3 കാർഡുകളിലും ദേവി വരുന്നുണ്ട്. അതായത് ദേവി വജ്രവാരാഹികൾ വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇനി അടുത്തൊരു ഗൈഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറ്റുന്നത്ര വാരാഹി മന്ത്രം നിങ്ങൾ ജപിക്കാണ്ടെങ്കിൽ വാരാഹി മന്ത്രം ജപിക്കുക. അതുപോലെ ശിവമന്ത്രം ജപിക്കുന്നുണ്ടെങ്കിൽ ശിവമന്ത്രം ജപിക്കുക. ഇന്ന് തിങ്കളാഴ്ചയാണ്, ശിവക്ഷേത്ര ദർശനം വളരെയധികം നല്ലതാണ്. ഓക്കെ, ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക, വേണ്ടാത്ത സ്ഥലങ്ങളിൽ സ്നേഹം കൊടുക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു എനർജി എന്ന് പറയുന്നത് സ്നേഹമാണ്. പക്ഷെ അത് വേണ്ടാത്ത സ്ഥലത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്കത് തിരിച്ച് നെഗറ്റീവ് ആവും. എന്നാൽ അത് നിങ്ങളിലേക്ക് തന്നെ സ്നേഹം കൊടുക്കുമ്പം അത് നിങ്ങൾക്ക് പോസിറ്റീവ് ആവും. ഓർക്കുക, സ്നേഹം സെൽഫ് ലവ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്, അല്ലാതെ സെൽഫിഷ്നെസ് അല്ല. രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഓക്കെ, സോ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ ബെനിഫിറ്റിലേക്ക് കൊണ്ടുവരാൻ പോകുന്നതോടെ നിങ്ങൾക്ക് നല്ല നല്ല ബന്ധങ്ങൾ കൂടെ കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ച സോൾമേറ്റിനെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഫയൽ നമ്പർ 2 എടുത്തവരുടെ ഗൈഡൻസിലേക്ക് പോകാം. സോ ഫയൽ നമ്പർ 2 എടുത്തവർക്ക് വന്നിട്ടുള്ള കാർഡ് ഏതാണെന്ന് വെച്ചാൽ ഡിവോട്ടിയാണ്. അതായത് ഭക്തിയിലിരിക്കുന്ന ഒരു ബോധിസത്വൻ്റെ കാർഡാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. കണ്ടില്ലേ? യുവർ സ്കിൽസ് ആർ ദ ഗിഫ്റ്റ്സ് യു ക്യാൻ ഷെയർ വിത്ത് അതേഴ്സ്. നിങ്ങളുടെ ഡിവോഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെഡിക്കേഷൻ, അതും അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ, അത് മേ ബി ഇതിപ്പം എടുത്തവരെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും. അതായത് ആർട്ടിസ്റ്റുകളുടെ എനർജി കാണുന്നുണ്ട്. സംഗീതം, അതുപോലെ തന്നെ ഗാനം, അങ്ങനത്തെ നൃത്തം, അതുപോലെ പടം വരക്കൽ, സെയിം ടൈം സ്പോർട്സ് ഏരിയയിലുള്ളവരുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ യോഗ, മാർഷ്യൽ ആർട്സ്, ഇതൊക്കെ ചെയ്യുന്നവരുടെ എനർജീസ് ഇവിടെ വന്നിട്ടുണ്ട്. സോ നിങ്ങളോട് പറഞ്ഞ നിങ്ങളുടെ സ്കിൽസ് എന്താണോ, നിങ്ങളുടെ സ്കിൽസാണ് നിങ്ങളെ നാളെ രക്ഷിക്കാൻ പോകുന്നത്. നിങ്ങളുടെ കഴിവ് എന്തായാലും ആ കഴിവിൽ തന്നെ വിശ്വസിക്കും. ഇപ്പം നിങ്ങളോട് പറയുമായിരിക്കും, ചുറ്റുമുള്ളവർ നിങ്ങളോട് നെഗറ്റീവ് പറയുന്നുണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ ഡാൻസ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ നൃത്തം കൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല എന്നും, അതുപോലെ തന്നെ അത് വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് ഒരു കാര്യമില്ല എന്നൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ ഓർത്തോളൂ, നിങ്ങളുടെ സ്കിൽ എന്താണോ ആ സ്കില്ലിന് മാത്രമേ നിങ്ങളെ നാളെ രക്ഷിക്കാൻ പറ്റൂ. ഓക്കെ, നിങ്ങളുടെ സമർപ്പണം, നിങ്ങളുടെ ആത്മാർത്ഥത, നിങ്ങളുടെ ഡിവോഷൻ, ഇതെപ്പോഴൊക്കെയാണോ ഈ കാര്യങ്ങളെ നിങ്ങൾ എംബ്രേസ് ചെയ്യുന്നത്, അപ്പോഴൊക്കെയും നിങ്ങൾ ഏറ്റവും നല്ലൊരു സേഫായിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെ എത്തും എന്ന് തന്നെയാണ് മഹാകാളി ദേവി നിങ്ങളോട് പറയുന്നത്. സോ നിങ്ങൾക്കുള്ള മറ്റുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം.
സെലിബ്രേഷൻ കാർഡാണ്. അത് സെലിബ്രേഷൻ സംതിങ് ലൈക്ക് ദാറ്റ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാർഡാണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് എംബറർ കാർഡാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ദെൻ റിവേഴ്സ് ഓഫ് 10 ഓഫ് വാൻസ് ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്, നേരെയല്ല. സോ നൈറ്റ് ഓഫ് കപ്സ്, അതുപോലെ ദ എംപ്രസ് കാർഡാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഓരോന്നിൻ്റെ, അതായത് നിങ്ങൾക്ക് കിട്ടിയ ഓരോ കാർഡ്സിൻ്റെയും റീഡിങ്സ് ഇവിടെ പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് റിവേഴ്സ് 10 ഓഫ് വാൻസ് ആണ്. റിവേഴ്സ് 10 ഓഫ് വാൻസ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ പറഞ്ഞു നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ ജെനുവിനിറ്റി, നിങ്ങളുടെ ഡെഡിക്കേഷൻ, നിങ്ങളുടെ ഡിവോഷൻ, നിങ്ങളുടെ ഭക്തി, അതായത് ദൈവത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ആത്മാർത്ഥ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന എന്തിലാണോ ആ ഒരു ഇതിൽ, അതിപ്പം ജീസസ് ആവാം, അതും അല്ലെങ്കിൽ കാളിയാവാം, ശിവനാവാം, ബുദ്ധനാവാം, ബോധിസത്വനാകാം, UFO ആകാം, നിങ്ങൾ ആരിലാണോ, യൂണിവേഴ്സിലാണോ, ആരിലാണോ നിങ്ങളുടെ ബിലീഫ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡിവോഷൻസ് കൊടുക്കുന്നത്, ആ ഡിവോഷൻസും ആത്മാർത്ഥതയും അതുപോലെ നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതൊരു പ്രതിസന്ധിയെയും ഇല്ലാതാക്കും എന്നാണ് പറയുന്നത്. അത് ഷുവറാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് വിശ്വസിക്കാം, അത് ഷുവറാണ്. സോ നിങ്ങൾ അതിലേക്ക് മൂവ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സാമൂഹികമായിട്ടുള്ള അംഗീകാരമാണ്. എത്ര ആൾക്കാർ നിങ്ങളുടെ ചുറ്റിലുണ്ടെങ്കിലും നിങ്ങളുടെ ഭാഗത്തായിരിക്കും ആ ഒരു വിജയം ഉണ്ടാവുക. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്കിൽസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതിലൂടെ. ബിക്കോസ് നിങ്ങളുടെ സ്കിൽസ് എന്ന് പറയുന്നത് അനുഗ്രഹീതമാണ്. അത് നിങ്ങളുടെ കഴിവ് ഒരിക്കലും മറ്റൊരാൾക്ക് കിട്ടണം എന്നില്ല. മറ്റുള്ളവർ നിങ്ങളെ കമ്പയർ ചെയ്യും, നിങ്ങളെ പറ്റുന്നത്ര ഇടിച്ച് താഴ്ത്താൻ ശ്രമിക്കും. പക്ഷേ നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ മാത്രമേ ചുറ്റുമുള്ളവർ നിങ്ങളെ അംഗീകരിക്കും. അവരുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ സ്നേഹിക്കരുത്. പകരം നിങ്ങളുടെ കഴിവിനോടും നിങ്ങളോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു ആത്മാർത്ഥതയായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ആരാധനയായി, ഡിവോഷനായിട്ട് അതിനെ കാണണം എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം അത് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് നിങ്ങളാവാൻ പറ്റൂ. നാളെ നിങ്ങളൊരു സേഫ് സോണിലെത്തും. എല്ലാവരും സേഫ് സോണിന്, ഇപ്പം നിങ്ങളായാലും എല്ലാവരും ഒരു സേഫ് സോണിന് അർഹരാണ്. നമ്മളെല്ലാവരും ഡിസേർവ്ഡ് ആണ് ഒരു സേഫ് സോണിന്. സോ നിങ്ങളുടെ സേഫ് സോൺ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കഴിവ് എന്താണോ ആ കഴിവിൽ നിങ്ങൾ മുമ്പോട്ട് പോകണം. നിങ്ങളുടെ ആത്മാർത്ഥതയിൽ മുമ്പോട്ട് പോകണം. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ കഴിവിനെയോ ആത്മാർത്ഥതയോ ഒന്നിനെയും നിങ്ങൾ സംശയിക്കാൻ നിൽക്കരുത്. ബിക്കോസ് അത് ഏറ്റവും വലിയൊരു നെഗറ്റീവ് കർമ്മയായി മാറും എന്നാണ് മഹാകാളി ദേവി നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ കഴിവിൽ എപ്പോഴും മുന്നോട്ട് പോകുമ്പം മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിങ്ങൾ തന്നെയായിരിക്കും. ഏത് മത്സരത്തിന് പോലും നിങ്ങളുടെ ഭാഗത്തായിരിക്കും വിക്ടറി ഉണ്ടാവുക. ചിലർ ഫെയിമിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. ജയമോ തോൽവിയോ നിങ്ങളുടെ വിഷയമാവരുത്, പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്തു, അതാണ് ഏറ്റവും വലിയ കാര്യം. സോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഒരുപാട് അവസരങ്ങൾ ജീവിതത്തിലേക്ക് വരാനുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾക്ക് വിദേശയാത്ര വരെ പോസിബിളാണ് എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. മാത്രമല്ല ഒരുപാട് അവസരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ പോലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങളുടെ കഴിവ് വെച്ചിട്ട്. നിങ്ങളുടെ ശരീരം അനങ്ങുമ്പം നല്ലൊരു ശരീരത്തിൽ നല്ലൊരു മനസ്സുണ്ടാവും. സോ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങൾ ശ്രദ്ധിക്കണം. അതും വളരെയധികം ഇമ്പോർട്ടൻ്റാണ്. മനസ്സും ശരീരവും ഒക്കെയും നിങ്ങൾ എന്താ പറയുക, അത്രയും ഡെഡിക്കേഷനോടുകൂടി തന്നെ തയ്യാറാക്കണം. ഒരു വേർഷിപ്പ് പോലെ, ഒരു ഡിവോഷൻ പോലെ. യുവർ ബോഡി ഈസ് എ ടെമ്പിൾ. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരിക്കലും ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുക്കരുത്. 2 കാർഡുകളാണ്, ഒരേപോലത്തെ കാർഡുകളാണ്. എംപ്രസും എംപററുമാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ 2 കാർഡും നിങ്ങളോട് പറഞ്ഞൊരു റോയൽ ലൈഫ് തന്നെയാണ് കാണുന്നത്. സെയിം ടൈം സെൽഫ് ലവ് ചെയ്യാനും കൂടെ നിങ്ങൾ മറക്കരുത്. ബിക്കോസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിങ്ങളുടെ അൾട്ടിമേറ്റിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാനും മറക്കരുത് എന്നാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക തന്നെ വേണം. എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു വിക്ടറി നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ കഴിവായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥതയായാലും നിങ്ങളുടെ ഡിവോഷൻ ആയാലും ഇതിനെല്ലാം നിങ്ങളുടെ പവർ എന്താണോ, ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളുടെ പവർ എന്താണോ പറഞ്ഞത്, ആ പവറിനെ അതിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കൊരു എംപറർ ആവാൻ പറ്റും, അല്ലെങ്കിൽ ഒരു എംപ്രസ് ആവാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ
ഫെമിനിൻ ക്വാളിറ്റി ആയാലും മസ്കുലിൻ ക്വാളിറ്റി ആയാലും രണ്ടും ബാലൻസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എല്ലാം ഹാർമണിയിൽ എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, സോ നമുക്ക് ബോധിസത്വന്മാരുള്ള ഗൈഡൻസ് എന്താന്ന് നോക്കാം. ബോധിസത്വന്മാർ നിങ്ങളോട് എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. യെസ്, ഇവിടെ 2 കാർഡ് കിട്ടിയിട്ടുണ്ട് ബോധിസത്വന്റെ. അമോഘസിദ്ധി, വജ്രകീലയ, അതുപോലെ ഉഷ്ണീഷ വിജയ. സോ അമോഘസിദ്ധി പറയുന്നത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു ഫിനാൻഷ്യൽ അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഫിനാൻഷ്യലി നിങ്ങൾ ഒരുപാട് ഗ്രോത്തിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം. നിങ്ങൾ ജയിച്ചോ തോറ്റോ എന്നല്ല, നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്തിട്ടുള്ളത് നല്ലതാണെങ്കിൽ അതിന് നല്ല ഫലം തന്നെ കിട്ടുന്ന ഉറപ്പിച്ച് നിങ്ങൾ വിശ്വസിക്കണം. കാരണം അതാണ് സത്യം. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു റിസൾട്ടേ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളിപ്പം നിങ്ങളുടെ ഏരിയയിൽ, നിങ്ങളുടെ ആ ഒരു ആർട്ട് ഏരിയാസിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പോർട്സ് ഏരിയാസിൽ നിങ്ങൾ വേണ്ടുന്ന ഡെഡിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡെഡിക്കേഷൻ നിങ്ങൾക്ക് വലിയൊരു റിസൾട്ടായിരിക്കും തരാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്രതീക്ഷിതമായിട്ടുള്ള ധനമായിക്കോട്ടെ, നിങ്ങൾക്ക് വലിയൊരു റിസൾട്ട് തന്നെയാണ് തരാൻ പോകുന്നത്. ഓക്കെ, വജ്രകീലയൻ പുതിയ പുതിയ റിലേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഹാർമണി കണ്ടെത്താൻ പറ്റും. നേരത്തെ ഇവിടെ എംബററും എംബ്രസും വന്നിട്ടുണ്ട്. അതുപോലെയാണ് ഇവിടെ വജ്രകീലയനും അതുപോലെ ദീപ്ത ചക്ര യോഗിനിയും വന്നിട്ടുള്ളത്. നിങ്ങളുടെ മസ്കുലിൻ ആൻഡ് ഫെമിനിൻ ക്വാളിറ്റി നിങ്ങൾ ബാലൻസിലെത്തിക്കുക. ഏത് കാര്യമായാലും നിങ്ങൾ ബാലൻസിങ്ങിൽ തന്നെ മുന്നോട്ട് പോവുക. ഒന്നിലും അറ്റാച്ച്ഡ് ആവാതിരിക്കുക. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതായിരിക്കും. അതുമാത്രമല്ല, നിങ്ങളൊരു ലവ് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ വൈബിനൊത്ത ഒരു വ്യക്തി തന്നെ. ഇപ്പം ദീപ്ത ചക്രയുടെ വൈബിനൊത്ത ഒരു വ്യക്തി തന്നെയാണ് വജ്രകീലയൻ. സോ അങ്ങനെ നിങ്ങൾക്ക് ഒരു ബന്ധത്തെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഓക്കെ, സോ ദ ബ്രില്യൻ മൈൻഡ് ഓഫ് ഉഷ്ണീഷ വിജയാണ് നിങ്ങളെ മനസ്സ് എപ്പോഴും റിലാക്സ് ആയിരിക്കണം. ഒരു കാര്യത്തിനും നിങ്ങൾ റഷ് ചെയ്യാൻ പാടില്ല. അതായത് ഒന്നിനും നിങ്ങൾ തിരക്കിടരുത്. ഏത് മേഖലയിൽ നിങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ ഒന്നിനും തിരക്കിടരുത്. അത്രയും ഒരു വിത്ത് നമ്മൾ നട്ട് അത് വളർന്ന് വലിയ മരമായി അത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് പോലും അത്രയും ടൈം എടുത്തിട്ടാണ്. സോ പേഷ്യൻസ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലാത്തതും അത് തന്നെയാണ്. ക്ഷമ കാണിക്കാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ പേഷ്യൻസിന് നിങ്ങളെ നാളെ രക്ഷിക്കാൻ പറ്റും. നിങ്ങളുടെ സ്കിൽസിൻ്റെ മുകളിലും നിങ്ങൾക്ക് ആ ഒരു പേഷ്യൻസ് ഉണ്ടാവണം. പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ സ്കില്ല് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാനും പറ്റണം. ഓക്കെ, സോ ഇത്ര ഗൈഡൻസ് ആണ് പൈൽ നമ്പർ 3 എടുത്തവർക്കുള്ളത്. പൈൽ നമ്പർ 2 എടുത്തവർക്കുള്ളത്. ഇനി പൈൽ നമ്പർ 3യുടെ റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, പൈൽ നമ്പർ 3 വന്നിട്ടുള്ളത് വജ്രപാണി ബോധിസത്വനാണ്. വജ്രപാണി ബോധിസത്വൻ അഥവാ വജ്രപാണി ഹയഗ്രീവൻ. ഗാർഡിയൻ അറ്റ് ദ ടെമ്പിൾ ഗേറ്റ്, ക്ഷേത്രപാലകനാണ് അദ്ദേഹം. അതുപോലെ യൂസ് യുവർ സ്ട്രെങ്ത് ടു ഹെൽപ്പ് അതർ സംവൺ ഹൂ ഈസ് സ്ട്രഗിളിങ്. ഇവിടെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറമേ ഉള്ള വ്യക്തികളല്ല, പകരം നിങ്ങളാണ്. അതായത് വജ്രപാണി ബോധിസത്വം നിങ്ങളോട് പറയുന്നത് ആരാണോ ഇപ്പം കഷ്ടപ്പാടിലുള്ളത് അവരെ സഹായിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും വജ്രപാണി ബോധിസത്വം പുറത്തുള്ളവരെ പോയി സഹായിക്കാനല്ല പറയുന്നത്, പകരം നിങ്ങൾക്കാണ് ഇപ്പം സഹായത്തിൻ്റെ ആവശ്യം. മേ ബി നിങ്ങളൊരു ഡിപ്രഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് പേര് അന്ധവിശ്വാസമൊക്കെ ഇങ്ങനെ ഇട്ട് തന്ന് ആ ഒരു പ്രോബ്ലത്തിൽ, ഒരു ഇല്യൂഷൻസിൽ നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. മേ ബി പുറമേ ഉള്ളവർ നിങ്ങളോട് ബ്ലാക്ക് മാജിക് എന്നും കുന്തന്നം കൊടച്ചക്രം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ മൈൻഡിനെ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അത്രത്തോളം വിഷമത്തിൽ നിൽക്കുന്ന ഒരു, അത്രയും എന്താ പറയുക, പുറമേ ഉള്ളവർ ദ്രോഹിച്ചൊരവസ്ഥയിലാണ് നിങ്ങളെ കാണുന്നത്. അവരുടെ തെറ്റായ വാക്കും തെറ്റായ അറിവും കൊണ്ട് നിങ്ങളെ മിസ്ഗൈഡ് ചെയ്ത് എന്താ പറയുക, ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ എത്തിച്ചിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. പക്ഷേ വജ്രപാണി ബോധിസത്വം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ബോധിസത്വനാണ്. ഹയഗ്രീവൻ ഈ ഒരു കുതിരയുടെ ശിരസ്. അതായത് ഹയഗ്രീവൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലത്തെ ബ്രില്യൻസ് ആണ്, മാത്രമല്ല നിങ്ങളുടെ മനസ്സിന് മുകളിലുള്ള വിജയമാണ്. സോ ഇവിടെ വജ്രപാണി ഹയഗ്രീവൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റേജിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കേണ്ട സമയമായി. പക്ഷേ
നിങ്ങളുടെ ദേഷ്യം കൊണ്ടോ മറ്റുള്ള വികാരങ്ങൾ കൊണ്ടോ അല്ല. ഈ വികാരങ്ങളിൽ ഒരിക്കലും വീഴരുത്. പകരം ഈ വികാരത്തിനെ നിങ്ങൾക്ക് ടൂളാക്കാം. ഓക്കെ, ഇതിനെ ടൂളാക്കിക്കൊണ്ട് പുറത്തെടുക്കാം. പക്ഷേ ഇപ്പം നിങ്ങൾക്കൊരു ഹീലിംഗ് ആണ് വേണ്ടത്. ഒരു ഹീലിംഗ് അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടതായിട്ട് കാണുന്നുണ്ട്. സോ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്കിവിടെ നോക്കാം. ഓക്കെ, നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓം വജ്ര പാണി ഹും 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 ഓം വജ്ര പാണി ഹും. 8 of Wands. ഓം വജ്ര പാണി ഹും ഓം വജ്ര പാണി ഹും ഓം വജ്ര പാണി ഹും ഓം വജ്ര പാണി ഹും. വേൾഡ് കാർഡ്. ഓം വജ്ര പാണി ഹും ഓം വജ്ര പാണി ഹും ഓം വജ്ര പാണി ഹും ഓം വജ്ര പാണി ഹും ഓം വജ്ര പാണി ഹും. റിവേഴ്സ് ഡെത്ത് കാർഡ്. അതുപോലെ ലവേഴ്സ് കാർഡ്. ഓക്കെ, ഏസ് ഓഫ് പെൻഡക്കിൾസ്. സോ നിങ്ങൾക്ക് വജ്രപാണി ബോധിസത്വം എന്ന് വന്നിട്ടുള്ളൊരു ഗൈഡൻസ് ഇതാണ്. പക്ഷെ നിങ്ങളോട് ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പെട്ടെന്നൊരു ദേഷ്യം വരുന്നൊരു വ്യക്തിയായിരിക്കും, ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. സോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ദേഷ്യത്തിനെ ടൂളാക്കണം. ഇപ്പം നിങ്ങൾ അത്രയും വലിയൊരു മുമ്പ് നല്ലൊരു രീതിയിൽ ജീവിച്ചിട്ട് ഇപ്പം ഈ ഒരു സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദേഷ്യത്തെ അല്ലെങ്കിൽ വിവേകത്തെ ഉപയോഗിച്ച് വേണം. ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെയും ഇടിച്ച് പൊട്ടിക്കാനല്ല പറയുന്നത്. ഇവിടെ നിങ്ങൾ വജ്രപാണി ബോധിസത്വനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സ് എന്ന് പറയുന്നത് വിവേകം കൊണ്ടും അനുകമ്പ കൊണ്ടും ജ്ഞാനം കൊണ്ടും നിറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പുറമെയാണ് ഈ ദേഷ്യമുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ദേഷ്യത്തിന്റെ എനർജിയെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യണം. പക്ഷെ നിങ്ങൾ സ്വയം ദേഷ്യമായി മാറരുത്. നിങ്ങളുടെ ദേഷ്യത്തിന്റെ എനർജി ഒരു ടൂളാക്കി യൂസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാനാണ് വജ്രപാണി ബോധിസത്വം നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള ആ ഒരു സ്റ്റേജിൽ നിന്ന് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പുറത്തു വരാൻ പറ്റും. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊരു മാനിഫെസ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് ക്വിക്കായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് വജ്രപാണി ബോധിസത്വം നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് വേൾഡ് കാർഡാണ്. ഇതൊരു റെയർ ആയിട്ടുള്ള കാർഡാണ്. വേൾഡ് കാർഡ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിനെ, അതായത് ഇഹത്തിനെയും നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയെയും, അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എന്തൊക്കെ, ഇപ്പം നിങ്ങളുടെ കഴിവായാലും ശരി, ജീവിതമായാലും ശരി, വികാരങ്ങളായാലും ശരി, ഇതിനെയൊക്കെ നിങ്ങൾ ബാലൻസിലേക്ക് എത്തിക്കണം. അതുപോലെ അത്രയും റിലാക്സ് ആയിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് വലിയൊരു മെഡിറ്റേഷനാണ്. ആ മെഡിറ്റേഷനിലൂടെ വേണം നിങ്ങളുടെ മൂവ്മെൻറ്റ്, നിങ്ങളുടെ ആ ഒരു ബോഡി ആയാലും സ്പീച്ച് ആയാലും മൈൻഡ് ആയാലും ഇതിനെല്ലാം അലൈൻമെൻറ്റിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മെഡിറ്റേഷനും കിട്ടണം, സെയിം ടൈം ഒരു ഹീലിങ്ങും കിട്ടണം. സോ ആ ഹീലിങ്ങും മെഡിറ്റേഷനും എന്താണോ അതിലേക്ക് നിങ്ങൾക്ക് പോകാം. മാത്രമല്ല, നിങ്ങൾക്ക് അവലോകിതേശ്വര ദീക്ഷ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിലൂട്ടിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മൈൻഡിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്കൊരു ബാലൻസിങ് ഇപ്പം ആവശ്യമാണ്. അതുപോലെ തന്നെ ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത്. അത് റിവേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളിങ്ങനെ ഈ വിഷമത്തോടു കൂടി നിൽക്കുമ്പം ഈ ഒരു സൈക്കിൾ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയോടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ ആ വ്യക്തി പറഞ്ഞു തന്ന തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസോ അതിൽ സ്റ്റക്കായി നിൽക്കരുത്. അതൊന്ന് മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങണം. കണ്ടില്ലേ, അതൊന്ന് മൂവ് ചെയ്യാൻ നിങ്ങൾ തുടങ്ങണം. പക്ഷെ നിങ്ങൾ അതിലിങ്ങനെ സ്റ്റക്കായി നിൽക്കുകയെന്ന്, അതിനിങ്ങനെ ഗ്രാസ്പ് ചെയ്ത് നിൽക്കുകയെന്ന്. പക്ഷെ ഗ്രാസ്പ് ചെയ്യാണ്ട് നിങ്ങളോട് മൂവ് ചെയ്യാനാണ് പറയുന്നത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഡെത്ത് പോസിബിൾ ആവും. ഡെത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തെറ്റായിട്ടുള്ള ഒരു സൈക്കിളിൽ നിന്നുള്ളൊരു എൻഡാണ്. ആ ഒരു എൻഡ് സംഭവിച്ചാലേ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവും. കണ്ടില്ലേ, നല്ലൊരു പുതിയൊരു സൺറൈസ് ഉണ്ടാവും. സോ ഈ റിവേഴ്സിനെ നിങ്ങൾ എത്രയും പെട്ടെന്നും നേരായ രീതിയിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, സോ നെക്സ്റ്റ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ലവേഴ്സ് കാർഡാണ്. ഇതിൽ ബ്രേക്കപ്പ് കിട്ടിയിട്ട് ഡിപ്രസ്ഡായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് പറയുന്നത്, നിങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടും. ഓക്കെ, സോ ഇതിൽ നിന്ന് നിങ്ങൾ എന്തായാലും നിങ്ങൾ പുറത്തേക്ക് വരിക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വജ്രപാണി ബോധിസത്വനെ നിങ്ങൾക്ക് സാധന ചെയ്യാം. ഓക്കെ, വജ്രപാണി സാധന നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വജ്രപാണി ദീക്ഷയും റാൾചിക്മ ബോധിസത്വ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കൊരു ഹീലിംഗാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, മറ്റുള്ളവർ ഇട്ട് തന്നിട്ടുള്ള മിസ്ലീഡ്സിന്നും മിസ്ഗൈഡിങ്സിന്നും ഒക്കെ നിങ്ങൾ പുറത്ത് വരണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് നിങ്ങളുടെ വിവേകമാണ്. മാത്രമല്ല നിങ്ങളുടെ ആങ്കറും ബ്രില്യൻനെസ്സും ആണ്. നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതിനെ അവോയ്ഡ് ചെയ്യണം, നോ പറയേണ്ടടുക്ക നോ പറയണം. ഓക്കെ. നിങ്ങളുടെ ദേഷ്യത്തിന് നിങ്ങൾ പേഴ്സണലി നിങ്ങൾ ദേഷ്യമായി മാറാതെ നിങ്ങൾ ദേഷ്യത്തിനൊരു ടൂളായിട്ട്, അതായത് വിവേകത്തോടു കൂടി പെരുമാറണം എന്നാണ് വജ്രവാണി ബോധിസത്വം പറയുന്നത്. സോ നിങ്ങളുടെ ബുദ്ധി, വിവേകം എന്നിവയാണ് നിങ്ങളുടെ ശക്തി. ആ ശക്തി നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് വിക്ടറി ഉണ്ടാവും. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കുന്ന ആൾക്കാർ ആ ഡിപ്രഷന്ന് പുറത്തേക്ക് വരിക. വജ്രപാണി സാധന ചെയ്യേണ്ട ആൾക്കാർ അത് ചെയ്ത് നിങ്ങളെ ഹീല് ചെയ്യണം. അതായത് നിങ്ങളോട് അദ്ദേഹത്തെ കണക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് നിങ്ങൾക്ക് ഉള്ള ആ ഒരു ബോധിസത്വൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. മറ്റു ബോധിസത്വന്മാർ നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് നോക്കാം. പ്രാക്ടീസിങ് ചോ. ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഇതിലൊരു ചോദ് പ്രാക്ടീസാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹീലിംഗ് പ്രാക്ടീസാണ്. ഡിപ്രഷൻസ് എന്നുള്ളൊരു ഹീലിംഗ് പ്രാക്ടീസാണ്. സോ നിങ്ങൾക്കിവിടെ ചോദാണ് വന്നിട്ടുള്ളത്. ഓക്കെ. സോ ചോദ് എനിക്ക് നിങ്ങൾക്കിപ്പം ദീക്ഷ തരാൻ പറ്റുമോ എന്നറിയില്ല. ബിക്കോസ് ചോദ് എന്ന് പറയുന്നത് ഇത്തിരി പവർഫുൾ, ഇത്തിരി നല്ല രീതിയിൽ ഡേഞ്ചറസ് ആണ്. സോ ചോദ് ഇവിടെ വന്നിരിക്കുന്ന കൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചോദിൻ്റെ ആംഗിളിൽ നിന്നല്ലാതെ നിങ്ങൾ എടുക്കുമ്പം വലിയൊരു ഹീലിംഗ് നിങ്ങൾക്ക് ഇപ്പം ആവശ്യമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ വലിയൊരു എന്താ പറയുക, ഒരു ഹീലിങ്ങും മെഡിറ്റേഷനും നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. സോ അതാണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല നിങ്ങൾക്കിപ്പം ബൗണ്ടറീസ് ആയിട്ട് മാറിയിട്ടുള്ള ബൗണ്ടറീസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ ബൗണ്ടറീസ് അല്ല, പകരം ഒരു ലിമിറ്റേഷൻസ് ആയിട്ട് നിങ്ങളുടെ അൺലിമിറ്റഡ്നെസ് നിന്ന് നിങ്ങൾക്കൊരു ലിമിറ്റേഷൻ കിട്ടാതെ ഇങ്ങനെ നിങ്ങളെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില ട്രോമാസാണ്. ആ ട്രോമാസിനെയൊക്കെ ഇല്ലാതാക്കാൻ നിങ്ങൾക്കൊരു മെഡിറ്റേഷനും ഒരു ഹീലിങ്ങും വേണം എന്നാണ് വജ്രപാണി ബോധിസത്വം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇത് അയ്യപ്പസ്വാമിയുടെ എനർജിയുള്ള കാർഡാണ്. ബിക്കോസ് ടിബറ്റൻ ബുദ്ധിസം പ്രകാരം പടമ്പ സാങ്കി, അതായത് അയ്യപ്പനെ തന്നെയാണ് അവിടെ പറയുന്നത്. മറ്റു ചിലതിൽ പറയുന്നു ഇത് അയ്യപ്പൻ്റെ ശിഷ്യനായിട്ടുള്ള ആര്യദേവനാണ്, പരമബുദ്ധനാണെന്ന് പറയുന്നുണ്ട്. സോ ഏതൊരു ആംഗിളിൽ നിന്ന് എടുക്കാം, പക്ഷെ അയ്യപ്പസ്വാമിയുടെ ഗൈഡൻസ് ഉള്ളൊരു കാർഡാണ് അത്. രത്നഡാഗിനി. രത്നഡാഗിനി പറയുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീസിനെ നിങ്ങൾ ഹൈ ആക്കാൻ നിൽക്കണം എന്നാണ്. അതായത് ഒരിക്കലും നഷ്ടങ്ങളിലല്ല, പകരം നിങ്ങളുടെ നേട്ടങ്ങളിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അവസ്ഥയെ നിങ്ങൾ സേഫിലെത്തിക്കാനാണ് രത്നഡാഗിനി പറയുന്നത്. സോ വജ്രഡാഗിനി, മുൻപ് ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളുടെ ആങ്കർ, നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു വ്യക്തിയാണെന്ന്. വജ്രഡാഗിനി എന്ന് പറയുന്ന ദേഷ്യത്തിൻ്റെ ഡാഗിനിയാണ്. മാത്രമല്ല ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീപ്ലേസ് ഹേറ്റ്രഡ് ത്രൂ ലേണിംഗ് ആൻഡ് വിസ്ഡം. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പെട്ടെന്ന് വരുന്ന ദേഷ്യത്തിനെ നിങ്ങളുടെ ജ്ഞാനത്തിനെ കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളുടെ ജ്ഞാനം ഉപയോഗിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ദേഷ്യത്തിനെ പക്വമായ രീതിയിൽ ഉപയോഗിക്കുക. അതിനെ നിങ്ങളുടെ ട്രോമയിൽ നിന്നും പുറത്തു വരാനുള്ള രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണ് വേണ്ടത്, പകരം സ്വയം ദേഷ്യമാവാതിരിക്കുക. ഓക്കെ. സോ ഇന്നത്തെ റീഡിങ്സ് നിങ്ങൾക്ക് ഇത്രയാണ് ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് പറയുന്നത്. സോ നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനു മുമ്പ് ഇത് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് കാര്യം, അത് നിങ്ങൾക്ക് കേൾക്കണം എന്നുള്ളവർ മാത്രം കേൾക്കുക, അല്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പം നെക്സ്റ്റ് നിങ്ങളോട് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവലോകിതേശ്വര ദീക്ഷ എടുത്തിട്ടുണ്ട്, കുറേ പേര് എടുത്തിട്ടുണ്ട്. സോ അവർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഡിപ്രഷനിലുണ്ടായിരുന്ന 2-3 പേര് അതെടുത്തിട്ട് അവർക്കത് ഹീലായി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്തിനാണ് ദീക്ഷ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അവലോകിതേശ്വരൻ്റെ മന്ത്രം ഗുരുദീക്ഷ ഇല്ലാതെ ജപിക്കാൻ പറ്റിയൊരു മന്ത്രമാണ് ഓം മണി പത്മേഹും. പക്ഷേ അത് സാധന ചെയ്യുമ്പം നിങ്ങൾക്ക് എന്ത് വേണം, ആ ഒരു സാധന നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെർമിഷൻ വേണം, അതിൽ ഗൈഡൻസ് വേണം. അല്ലാതെ നിങ്ങൾക്ക് ആ സാധന ചെയ്യാൻ പറ്റില്ല. കാരണം സാധന വേറെയാണ്, നിങ്ങൾ ജപിച്ചുകൊണ്ട് പോകുന്നത് വേറെയാണ്. സോ ഇത് സാധനയുടെ ദീക്ഷയാണ് നിങ്ങൾക്ക് തരുന്നത്. മന്ത്രദീക്ഷ എന്നുള്ളതിലുപരി
സാധനയുടെ ദീക്ഷയാണ് തരുന്നത്. മാത്രമല്ല ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊരു സാധനാ ദീക്ഷ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവിടെ ഒരു കൃത്യം ദക്ഷിണ പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദക്ഷിണ തരാം, പക്ഷെ ഇഷ്ടമുള്ള ഏതൊരു ദക്ഷിണയായാലും നിങ്ങൾക്ക് തരാവുന്നതാണ്. അല്ലാതെ ഇന്ന ദക്ഷിണ നമുക്കിത് സാധനയുടെ ദീക്ഷയ്ക്ക് പറയാൻ പറ്റില്ല, കാരണം അത് ഏറ്റവും വലിയൊരു തെറ്റാണ്. സോ നിങ്ങളിപ്പോൾ അവലോകിതേശ്വര സാധന എടുത്തവരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള സയൻസ് കാണുന്നു, ചിലരുടെ ആഗ്രഹം വരെ മാനിഫെസ്റ്റ് ആവുന്നു. അത് വലിയൊരു കാര്യമാണ്. സോ അത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവലോകിതേശ്വര സാധനയിൽ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം. അല്ലെങ്കിൽ ഗ്രീൻ താര സാധനയും ഇപ്പം ദീക്ഷ കൊടുക്കുന്നുണ്ട്, വജ്രപാണി ബോധിസത്വനും ദീക്ഷ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് മാത്രം ചെയ്യുക. അതുപോലെ തന്നെ ടാരറ്റ് റീഡിങ്, പേഴ്സണൽ ടാരറ്റ് റീഡിങ് ആവശ്യമുള്ളവർ പേഴ്സണലി നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ സെൽഫ് ലവ് മാസ്റ്ററിയുടെ കോഴ്സ് നെക്സ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. കാരണം ഒരുപാട് പേര് ആ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. സോ ഒരു 2 days വെയിറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും.